ഏവർക്കും HSS ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കണ്ണൂർ സർവകലാശാല 2020-21 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള മൂന്നാം ഘട്ട അലോട്ട്മെന്റ് admission.kannur.ac.in എന്ന വെബ്സൈറ്റിൽ ഒക്ടോബർ 5 പ്രസിദ്ധീകരിച്ചു. ഓൾറെഡി ഒക്ടോബർ 5 അലോട്ട്മെന്റ് റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെ അത് പരിശോധിക്കാം. ഈ admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ UG ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ഹിയർ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അഡ്മിഷൻ്റെ സൈറ്റിലേക്ക് പോകുന്നു. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കൂടാതെ പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. പുതിയതായിട്ട് അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തേർഡ് അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഒരു വിൻഡോ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. തേർഡ് അലോട്ട്മെൻറ്റ് നോ ചേഞ്ച് ഇൻ ദ പ്രീവിയസ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് വന്നിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കിട്ടിയ അതേ കോളേജിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. മാറ്റമില്ല എന്നാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നത്. ഇനി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ന്യൂ അലോട്ടഡ് കോളേജ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഇവിടെ വ്യൂ ആൻഡ് പ്രിന്റ് അലോട്ട്മെൻറ്റ് മെമ്മോ, അവിടെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫീസൊക്കെ കൃത്യമായിട്ട് അടക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആയിട്ട് പോകും. ആ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, പുതിയതായിട്ട് കോളേജ് കിട്ടിയ കുട്ടികളാണെങ്കിൽ വ്യൂ ആൻഡ് പ്രിന്റ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിന്റ് എടുത്തുകൊണ്ട് കോളേജിലേക്ക് ബാക്കിയുള്ള രേഖകൾ സഹിതം നിങ്ങൾ കോളേജിലേക്ക് പോകണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതിന് ശേഷം എങ്ങനെ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂന്നാം ഘട്ടത്തിൽ അതായത് തേർഡ് അലോട്ട്മെന്റിൽ ആദ്യം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒക്ടോബർ 5, 6, 7 തീയതികളിൽ അഡ്മിഷൻ ഫീസ് SBI കളക്ട് വഴി അടയ്ക്കണം. ഫീസ് അടയ്ക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകും. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് 5, 6, 7 തീയതികളിൽ ഫീസ് SBI കളക്ട് വഴി അടക്കണം. 1, 2 അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് ഒടുക്കിയ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഹയർ ഓപ്ഷൻ ലഭിച്ചാൽ ഫീസ് അടയ്ക്കേണ്ട. അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് അഡ്മിഷൻ ഫീസ് ഒടുക്കിയ വിവരം ഒക്ടോബർ 7 5 മണിക്ക് മുമ്പ് വെബ്സൈറ്റിൽ നൽകി അലോട്ട്മെന്റ് ഉറപ്പാക്കണം. അപ്പോൾ നോക്കുക, അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്തുകൊണ്ട് അഡ്മിഷൻ ഫീസ് അടച്ചു എന്നുള്ള വിവരം ഒക്ടോബർ 7 5 മണിക്ക് മുമ്പ് വെബ്സൈറ്റിൽ നൽകി അലോട്ട്മെന്റ് ഉറപ്പാക്കേണ്ടതാണ്. ഫീസ് അടച്ച വിവരം യഥാസമയം വെബ്സൈറ്റിൽ ചേർക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെന്റ് റദ്ദാക്കും. അപ്പോൾ ഫീസ് അടച്ചാൽ മാത്രം പോരാ, അത് സൈറ്റിൽ അപ്ഡേറ്റ് കൂടെ വേണം. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. ഇത് പത്ര കട്ടിംഗ് ആണ്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോളേജ് പ്രവേശനത്തിന്റെ മാനദണ്ഡങ്ങളും വന്നിട്ടുണ്ട്. 1, 2, 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ സയൻസ് വിഷയങ്ങൾക്ക് ഒക്ടോബർ 7, 8, 9 തീയതികളിലും കൊമേഴ്സ് വിഷയങ്ങൾക്ക് ഒക്ടോബർ 12, 13, 14 തീയതികളിലും. നോക്കുക, ഈ കോവിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, 1, 2, 3 അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ സയൻസ് വിഷയങ്ങളാണെങ്കിൽ ഒക്ടോബർ 7, 8, 9, കൊമേഴ്സ് വിഷയങ്ങളാണെങ്കിൽ ഒക്ടോബർ 12, 13, 14 തീയതികളിലും, ആർട്സും ഭാഷാ വിഷയങ്ങളും മറ്റ് ഹ്യൂമാനിറ്റീസും ലാംഗ്വേജ് ഒക്കെയുള്ള ഭാഷാ വിഷയങ്ങളുള്ള കുട്ടികൾ ഒക്ടോബർ 15, 16, 19, 20, 21 തീയതികളിലും അഡ്മിഷന് വേണ്ടി ഹാജരാകണം. അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രവേശനത്തിനായി ഹാജരാക്കുന്നതിനുള്ള അലോട്ട്മെന്റ് മെമ്മോ മൂന്നാം അലോട്ട്മെന്റിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അലോട്ട്മെന്റ് മെമ്മോയോടൊപ്പം രേഖകളും കോളേജിൽ ഹാജരാക്കണം. ഇതാണ് പത്രത്തിൽ വന്ന വാർത്ത. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. തേർഡ് അലോട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കാം. തേർഡ് അലോട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള സമയത്ത് ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ തന്നെ നമുക്കിവിടെ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ കാസർഗോഡ് ഭാഗത്തുള്ള ചില കുട്ടികൾക്കൊക്കെ മലയാളം വായിക്കാനൊക്കെ പ്രയാസമുണ്ട്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, UG അതായത് ഡിഗ്രി പ്രവേശനത്തിൻ്റെ 3rd അലോട്ട്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു പോവാം. 2020-21 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റ് admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ 5/10/2020 പ്രസിദ്ധീകരിച്ചു. 3ാം ഘട്ടത്തിൽ ആദ്യമായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 2020 ഒക്ടോബർ 5, 6, 7 തീയതികളിൽ അഡ്മിഷൻ ഫീസ് SBI കളക്ട് വഴി നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകുന്നതായിരിക്കും. ഇനി ഫീസ് ഡീറ്റെയിൽസ് നോക്കുക. അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 830 ആണ്, 830 രൂപയും. SC/ST വിഭാഗത്തിന് 770 രൂപയാണ്. UG അഡ്മിഷൻ ഫീ ജനറൽ/SCBC, UG അഡ്മിഷൻ ഫീ SC/ST എന്നീ കാറ്റഗറികളിൽ മാത്രം ഓൺലൈനായി ഫീസ് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റു കാറ്റഗറികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന കുട്ടികൾ ആ സൈറ്റ് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ഫീസ് അടയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഹെഡിൽ തന്നെ അടക്കുക. അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സർക്കുലർ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റ് കാറ്റഗറികളിൽ ഫീസ് അടച്ചാൽ പരിഗണിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. 1-2 അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ച് ഫീസ് ഒടുക്കിയ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഹയർ ഓപ്ഷൻ ലഭിച്ചാൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് അഡ്മിഷൻ ഫീസ് അടച്ച വിവരം 7/10/2020 5 മണിക്ക് മുമ്പായി, അപ്പോൾ ഫീസ് അടച്ചാൽ മാത്രം പോരാ, ഇന്നിപ്പോൾ 7 ആയി, ഇന്ന് 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഈ സൈറ്റിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് താങ്കളുടെ അലോട്ട്മെന്റ് ഉറപ്പാക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് ഒടുക്കിയ വിവരം യഥാസമയം വെബ്സൈറ്റിൽ ചേർക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെന്റ് റദ്ദാക്കുന്നതാണ് എന്നും ഈ സർക്കുലർ പ്രകാരം പറയുന്നു. അപ്പോൾ ഫീസ് അടച്ചാൽ മാത്രം പോരാ വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്തുകൂടെ ചെയ്യുക? 7:10 മുമ്പായിട്ട്, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് അതൊന്ന് കൺഫേം ചെയ്യുക വേണം. ഇനി കോളേജ് പ്രവേശനത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ സയൻസ് വിഷയങ്ങൾക്ക് ഒക്ടോബർ 7, 8, 9 തീയതികളിലും കൊമേഴ്സ് വിഷയങ്ങൾക്ക് ഒക്ടോബർ 12, 13, 14 തീയതികളിലും ആർട്സും ഭാഷാ വിഷയങ്ങൾക്കും ഒക്ടോബർ 15, 16, 19, 20, 21 തീയതികളിലും അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ്. അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ നിശ്ചിത തീയതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അതാത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ്. അഡ്മിഷൻ ലഭിക്കുന്നതിനായി ഹാജരാക്കുന്നതിനുള്ള അലോട്ട്മെന്റ് മെമ്മോ 3ാം അലോട്ട്മെന്റിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ആൻഡ് പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രിന്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അലോട്ട്മെന്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകൾ സമയത്ത് അതാത് കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, രജിസ്ട്രേഷൻ ഫീസ്, സർവകലാശാല അഡ്മിഷൻ ഫീസ് എന്നിവ കളക്ട് വഴി ഓൺലൈനായി അടച്ച രസീതിന്റെ പ്രിന്റ് ഔട്ട്, +2 യോഗ്യതാ പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, എല്ലാ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വിടുതൽ എന്ന് പറഞ്ഞാൽ TC, നിങ്ങൾ സ്കൂൾ +2 കഴിഞ്ഞ സ്കൂളിൽ നിന്ന് കിട്ടിയ TC, കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അസൽ കമ്മ്യൂണിറ്റി EWS വിഭാഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അസൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, SCBC വിഭാഗക്കാർക്കുള്ള ഒറിജിനൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റ്, HSC, VHSC, CBSE, ICSE, NIOS, കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെ മറ്റു ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടെ കരുതുക. താൽക്കാലിക പ്രവേശനം, ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നവർക്ക് ആവശ്യമെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. ഇതിനായി അവർ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ മറ്റു ഫീസുകൾ കോളേജിൽ അടയ്ക്കേണ്ടതില്ല. +2 ഉള്ളതുപോലെ തന്നെയാണ്. അടുത്ത അലോട്ട്മെന്റുകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ
ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു വാങ്ങി പുതുതായി അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടാവുന്നതാണ്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജുകൾ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലവിലില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസ് അടച്ച് അന്ന് തന്നെ സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയ പ്രിന്റ് ഔട്ട്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിന്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ പേയ്മെന്റ് വഴി ഫീസ് അടച്ചവർ ഈ വെബ്സൈറ്റിലെ പേയ്മെന്റ് ഹിസ്റ്ററി എന്ന ലിങ്ക് വഴി പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ പ്രിന്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് നിർബന്ധമായിട്ടും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് തേർഡ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സർക്കുലർ, ഡീറ്റെയിൽ വന്നിരിക്കുന്ന സർക്കുലർ. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് കൂടെ ആവശ്യമുള്ള കുട്ടികൾ ഇപ്പോൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഈ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയാനുള്ള കുട്ടികൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിൽ ഡേറ്റ് ഒന്നും കാര്യമില്ല, ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം എന്ന കാര്യം, ഈ ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങി പ്രിന്റ് ഔട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇത് തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് ഈ പറയുന്ന ഡേറ്റ് പ്രകാരം, ഈ പറയുന്ന ഡേറ്റ് തേർഡ് അലോട്ട്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഈ സർക്കുലർ ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പോൾ ഡേറ്റ് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അപ്പോൾ 7-ാം തീയതിക്ക് മുമ്പായിട്ട് ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ അതായത് സയൻസ് ആണെങ്കിൽ 7, 8, 9, കൊമേഴ്സ് ആണെങ്കിൽ 12, 13, 14, മറ്റ് ഭാഷാ വിഷയങ്ങളും ആർട്സ് വിഷയങ്ങളും 15, 16, 19, 20, 21 തീയതികളിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകുന്ന സമയത്ത് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൊണ്ടുപോവുക. ഇനി താൽക്കാലിക പ്രവേശനമാണെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.